വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഫേസ്ബുക്ക് ഓരോരുത്തരും തുടങ്ങിയിട്ട് വർഷങ്ങളായി കാണും അല്ലേ? ഞാൻ 2013 തുടങ്ങിയ ഫേസ്ബുക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ചിലപ്പോൾ ഏതെങ്കിലും വീഡിയോസൊക്കെ ഇട്ട് കണ്ടന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും, മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും വയലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് ഫേസ്ബുക്കിലൂടെ സാധിക്കും. അതിൻ്റെ സെറ്റിംഗ്സ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളത് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കോപ്പിറൈറ്റോ അങ്ങനെ എന്തെങ്കിലും സ്ട്രൈക്ക് കിടക്കുന്നുണ്ടെങ്കിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ വരുമ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ ഫേസ്ബുക്ക് എടുക്കുക. അതിനുശേഷം പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഒരു പേജ് നിങ്ങൾക്ക് വരുന്നത്. അതിൽ ആ മെമ്മറീസിൻ്റെ തൊട്ട് താഴെ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്നും സപ്പോർട്ട് ഇൻബോക്സ് ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ യുവർ അലേർട്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. നിങ്ങളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ഈ വയലേഷൻസ് ഇങ്ങനെ കിടപ്പുണ്ട്. അതിൽ നിങ്ങൾ നോക്കിയിട്ട് ഇതിപ്പോൾ എനിക്കൊരു എസ്തറിൻ്റെ ഒരു വീഡിയോ ആണ് ഇതിൽ കിടക്കുന്നത്, വയലേഷനിൽ കിടപ്പുണ്ട്. അപ്പോൾ അതെന്താണ് പ്രശ്നം നമുക്ക് നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സി ഡീറ്റെയിൽസ് എന്നുള്ളതിൽ കിടപ്പുണ്ട്. ഇതിൻ്റെ മ്യൂസിക്കാണ് പ്രശ്നം. ഇതിൽ നമ്മൾ ഇട്ടിട്ടുള്ള പാട്ടിനാണ് ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. അതിനുശേഷം അതിന് തൊട്ട് താഴെ സി ഡീറ്റെയിൽസ് അടിക്കുക, കണ്ടിന്യൂ അടിക്കുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ കണ്ടിന്യൂ അടിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടിന്യൂ അടിക്കുക, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരും, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നുള്ളത്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോ റിമൂവ് ചെയ്യാം. റിമൂവ് വീഡിയോ എന്ന് കിടപ്പുണ്ട്. അതിനുശേഷം ഡിലീറ്റ് വീഡിയോ അടിക്കുക. ആ സമയത്ത് അത് ഇപ്പോൾ അതിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനി ക്ലോസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്യണം. അതുപോലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക്